ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. ഈ ഒരു പ്ലം കേക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പ്ലം കേക്കിൽ ഞാൻ സോക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം പോയി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അതിനായി 3/4 കപ്പ് കറുത്ത ഉണക്കമുന്തിരി, 1/4 കപ്പ് ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 2 കളറിൽ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ചെറി ചെറുതായി അരിഞ്ഞത്, ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ ഇതിലൊന്നും കൂടി നന്നായി വെള്ളം വന്നോളും. ഇതിപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം നന്നായി വെന്ത് വരും. അപ്പോഴേക്കും ഈ ഷുഗർ സിറപ്പൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി വലിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായി വന്നോളും. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇതെല്ലാം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായി മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാരമൽ തയ്യാറാക്കണം. അതിനായി ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഇരുന്ന് നന്നായി മെൽറ്റായി കാരമലായി വരട്ടെ. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് ഡാർക്ക് കളറാവാൻ നിൽക്കരുത്. അതിനു മുമ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് വന്നു പോവും. അങ്ങനെയായാൽ പിന്നെ നമ്മുടെ കേക്കിനും ആ ഒരു കയ്പ്പ് വരും. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജായി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. വെള്ളം ചേർത്ത് ഉടനെ തന്നെ ചിലപ്പോൾ ഈ കാരമലൈസ് ചെയ്തതൊന്ന് കട്ടായി വരും. പിന്നെ തിളച്ചാൽ അത് നോർമലായിക്കോളും, കുഴപ്പമില്ല. ഇനി ഇത് നന്നായി തിളച്ച് വന്നാൽ ഇതിലോട്ട് 2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ള ഭാഗം പെടാതെ ശ്രദ്ധിക്കണം, അതും കയ്പുണ്ടാക്കും. ഇനി അത് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ആദ്യം നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് എടുത്ത് അത് ചൂടാറിയതിന് ശേഷം അതിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ളു ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് സ്പൈസസും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതിനായി 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് നന്നായി അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ 1/2 കപ്പ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മൈദയുടെ മിക്സും എല്ലാം കൂടി നന്നായി മിക്സായി വരണം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ ഒരുപാട് അങ്ങോട്ട് കുത്തിയിളക്കി അങ്ങനെ ചെയ്യരുത്.
ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ കാരമൽ നന്നായി ചൂടാറിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പതുക്കെ പതുക്കെ ഒരേ സൈഡിലോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട ശേഷം അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് മറ്റുള്ള കേക്ക് ബാറ്റർ പോലെ ലൂസല്ല. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കേക്ക്, വാനില കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ ലൂസായിരിക്കും, ഇതിനും ലൂസായിരിക്കും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കാൻ. അതുപോലെ ലൂസായി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ അടിയിൽ പോയി കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് മൈദക്ക് അത്യാവശ്യം ഒരു 2 കപ്പിനടുത്ത് എന്തായാലും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കൂടെ വേണം. മുകളിലും ഞാൻ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടും ചെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ബാറ്റർ ഒഴിച്ച കേക്ക് ടീൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിനുള്ളിൽ ഒരു തട്ടിട്ട് അതിന് മേലെയാണ് നമ്മൾ കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കറിൻ്റെ മൂടിയുടെ മുകളിലുള്ള വെയിറ്റ് ഊരി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പൊന്തി അടിവശവും അതുപോലെ സൈഡൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റായ ഒരു പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രം ഈ കേക്ക് ബേക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നന്നായി ചൂടാറിയ ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യാനും പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ഞാനിവിടെ തലേദിവസം രാത്രി ബേക്ക് ചെയ്ത് പിറ്റേ ദിവസമാണ് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുന്നതും കട്ട് ചെയ്തെടുക്കുന്നതുമെല്ലാം. നമ്മുടെ പ്ലം കേക്ക് ആകുമ്പോൾ 1-2 ദിവസം ഇരിക്കും തോറും ടേസ്റ്റ് വരെയുള്ളൂ. ഉടനടി ബേക്ക് ചെയ്ത് ഉടനടി ഉപയോഗിക്കാണ്ടിരിക്കലാണ് നല്ലത്. ഇരിക്കും തോറും ടേസ്റ്റ് വരും. ഇതിപ്പോൾ നമ്മുടെ കേക്ക് ഇതവിടെ നന്നായി പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ അടിയിൽ മാത്രം അടിഞ്ഞുകൂടി കിടക്കുന്നൊന്നുമില്ല. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അടിപൊളിയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലം കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്ലം കേക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.